ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കുന്നത് അറബിക് സ്വീറ്റായ ബസ്ബൂസയാണ്. സാധാരണ ബസ്ബൂസയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈന്തപ്പഴം ആഡ് ചെയ്തിട്ടുള്ള ബസ്ബൂസയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല, സ്റ്റൗ ടോപ്പിന് മുകളിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ബസ്ബൂസ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് 1 കപ്പ് കുരു കളഞ്ഞ ഈന്തപ്പഴമാണ്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈന്തപ്പഴം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ടിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബട്ടർ മിൽക്ക് റെഡിയാവും. പാൽ 1 കപ്പിന് പകരം 1/2 കപ്പ് എടുത്താലും മതി. 1/2 കപ്പ് പാലാണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുത്താൽ മതി. അടുത്തതായി 3 മുട്ട വേണം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വനില എസൻസ് ആണ്. അതും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം മിൽക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈന്തപ്പഴം നന്നായി അരയുന്ന വരെ നമുക്കിത് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ റവ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ബസ്ബൂസ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് ഈ ബാറ്റർ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ആക്കി എടുക്കണം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് 18 സെന്റിമീറ്ററിന്റെ ഒരു സ്ക്വയർ ട്രേ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞ ശേഷം എല്ലാ സൈഡും ഒരുപോലെ കിട്ടാനായിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ബബിൾസ് എല്ലാം പോവാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാനിലേക്ക് വെച്ചു കൊടുക്കാം. ഈ പാൻ ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച ശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേ ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി പാൻ അടച്ച ശേഷം ഒരു 40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇങ്ങനെ സ്ക്യൂർ ഉപയോഗിച്ച് കുത്തി നോക്കുമ്പോൾ ഇതിൽ ബാറ്ററി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടുതൽ സമയം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ ചൂടോടെ തന്നെ ഇതിന് മുകളിലേക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തതാണ്. അത് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ബസ്ബൂസ കട്ട് ചെയ്ത ശേഷം ഇതിന് മുകളിലേക്ക് സിറപ്പ് ഒഴിക്കുന്നതായിരിക്കും സിറപ്പ് ഇതിൽ നന്നായി പിടിക്കാൻ നല്ലത്. ഇതിനു പകരം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താലും മതി. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ബസ്ബൂസയും സിറപ്പും നല്ല ചൂടുണ്ടായിരിക്കണം. എന്നാലേ എല്ലാ ഭാഗത്തും സിറപ്പ് എത്തിയിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് ക്രഷ്ഡ് പിസ്താഷ്യോ ഇട്ട് കൊടുക്കാം. നന്നായി തണുത്ത ശേഷം കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം.